എനിക്കൊന്ന് ED കഴിഞ്ഞിട്ട് ചേട്ടൻ നേരെ പോയത് വീര ധീര സൂരൻ ആ മൂവിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ. അപ്പൊ തമിഴിലെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു സംവിധായകനാണ് അരുൺ സിത്തായുടെ. അപ്പോൾ ആ സിനിമ കണ്ടിട്ട് ആ സംവിധായകൻ്റെ നമ്പർ എടുത്തൊന്ന് വിളിക്കണമെന്നൊക്കെ ഇരുന്നു. നമ്പറൊക്കെ കൈ കിട്ടി. വിളിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അതൊരു ഭയങ്കര കോയിൻസിഡൻ്റ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ടപ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്ത വേറൊരു തരത്തിലുള്ള പെർഫോമൻസാണ് അത്. നമ്മുടെ വിക്രം സാറ്, അതുപോലെ SJ സൂര്യ സാറ്, അവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കഥാപാത്രവും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഭാഷയും കൂടെ അല്ലേ. ഇത് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു തമിഴ് ആദ്യം ഞാൻ ഒളിച്ചോടാനായിട്ട് നിന്നതാണ്. പിന്നെ കാട്ടിൻ്റെ ഇടയിൽ ഫുൾ കാട്ടിൻ്റെ അകത്ത് വഴി അറിയാതെ പെട്ട് അവിടെ പിന്നെ നിൽക്കേണ്ടി വന്ന ശരിക്കും നല്ല. പിന്നെ ഒരു 17 മിനിറ്റ് സിംഗിൾ ഷോട്ട്. അതെ, ഒരു 18 മിനിറ്റ് 17 മിനിറ്റ് സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ല പെർഫോമൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, വെടിവെപ്പുണ്ട്, ഇതെല്ലാം ഇതിനകത്ത്. അത് സിംഗിൾ ഷോട്ടാണ്. നമ്മുടെ നിന്ന് ഒരു തെറ്റ് വന്നാൽ കൂടി വീണ്ടും റീടേക്ക് പോകണം. അങ്ങനെ ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യാതെ നോക്കണം. ഭയങ്കര ടാസ്ക്കായിരുന്നു അത്. അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഗംഭീരമായിട്ട് വന്നിട്ടുമുണ്ട്. അത് SJ സൂര്യ സാറൊക്കെ അതിൽ പുള്ളി എഴുതിയൊക്കെ ചെയ്തത് ഭയങ്കര രസമുള്ള ഒരു അനുഭവമായിരുന്നു. ശരിക്കും ആദ്യത്തെ ദിവസം എനിക്ക് കുഞ്ഞ് ഡയലോഗുകളാണ് തന്നത്. ഞാൻ വിചാരിച്ചത് സിമ്പിളാണല്ലോ. രണ്ടാമത്തെ ദിവസം എനിക്കേ ഉള്ളൂ ഡയലോഗ്സും പെർഫോമൻസും, പിന്നെ 18 മിനിറ്റും സിംഗിൾ ഷോട്ടും. ഞാൻ വിചാരിച്ച് ഒളിച്ചോടാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വഴിയൊക്കെ നോക്കാൻ നേരത്ത് എൻ്റെ അച്ഛൻ കഥാപാത്രം ചെയ്ത പൃഥ്വിരാജാണ്. മലയാളത്തിലെ അല്ല, തെലുങ്കിലൊരു പൃഥ്വിരാജ്. അങ്ങനെ ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുക. ഹായ് സുരാജ്. ഞാൻ പറഞ്ഞു, സാർ ഇത് സിംഗിൾ ഷോട്ട്, ഇത് എപ്പടി സാർ? ഞാൻ ഇത് പോകുമ്പോൾ വേറെ വലയില്ല. പുള്ളിപ്പെട്ട് ഞാനും பார்த்தே இருப்பேன், ഇത് എங்கே സാർ? അയ്യോ പറ്റാതെ സാർ. പക്ഷേ പിന്നെ റിഹേഴ്സലൊക്കെ ചെയ്ത് ഗംഭീരമായി വന്നിട്ടുണ്ടെന്ന് സംവിധായകൻ പറഞ്ഞു. ഇനി തിയേറ്ററിൽ വലിയ ബഡ്ജറ്റ് ഇല്ലാതിരുന്ന സിനിമയായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് ആക്കി അങ്ങനെ അതൊരു ഗംഭീര ബഡ്ജറ്റ് സിനിമയായി. അങ്ങനെ ഷൂട്ട് ചെയ്ത് ബഡ്ജറ്റ് കൂടി ഏതെങ്കിലും പടമുണ്ടോ ലിസ്റ്റിൽ? അങ്ങനെയില്ല. ചില സിനിമകൾ കാലാവസ്ഥകൾ കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പം അഡീഷണൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ നടക്കത്തില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ സീനുകൾ ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ വന്നിട്ട് പല സിനിമകളും സംഭവിക്കാറുണ്ട്. ചിലപ്പം ഈ കൂടുതൽ പെർഫെക്ഷനൊക്കെ എപ്പോഴും നോക്കി പോകുമ്പോൾ ചിലവർ സ്ലോ ആയിട്ടായിരിക്കും. കഥ നല്ല സ്പീഡിൽ പറയും, പക്ഷെ എടുക്കുന്ന ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും. സോ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട്. അതൊക്കെ ഇപ്പം നമ്മുടെ സിനിമകളിൽ മാത്രമല്ലല്ലോ, പല സിനിമകളിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെ അഭിനയിക്കുമ്പോൾ, അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ്. ആ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ജൂനിയർ ആയിട്ടുള്ള ഡയറക്ടർ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതെല്ലാം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം.